ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. തപസ്സുകാലത്തിലാണ് നാം. വിഭൂതിബുധന് ശേഷമുള്ള അടുത്ത ദിവസം. ദ ഗോസ്പലിൽ യേശു പറയുന്നത് യേശുവിൻ്റെ പീഡാസ്ഥാനത്തിൻ്റെ പ്രഡിക്ഷനാണ്. ഇതിൽ യേശു പറയുന്ന സുപരിചിതമായ ഒരു കാര്യം, ആരെങ്കിലുമൊക്കെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കുരിശ് വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഇത് 40 ദിവസത്തെ നമ്മുടെ ജേണിയെ സൂചിപ്പിക്കുന്നതാണ്. ഒരു വേദനയോട് കൂടി മാത്രമേ ഈ 40 ദിവസത്തെയും നമ്മൾ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ചില പരിത്യാഗങ്ങളും സഹനങ്ങളും ചില കാര്യങ്ങളോടുള്ള അവഗണനയൊക്കെ ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വിഭൂതിബുധന് ശേഷമുള്ള ഈ ദിവസത്തേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഗോസ്പൽ തരുന്നതും അങ്ങനെ കുരിശും വഹിച്ചുകൊണ്ട് പിന്നാലെ ഈ 40 ദിവസം നടന്നു പോകണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ അതിന് തൊട്ട് മുമ്പ് യേശു പറയുന്നൊരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് ഫസ്റ്റ് പ്രഡിക്ഷനാണ് ഇന്നത്തെ ഗോസ്പലിൽ കൊടുത്തിരിക്കുന്നത്. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിതർ, പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യും. ഇതിൽ 3 കൂട്ടരുടെ പേരാണ് ഗോസ്പലിൽ കൊടുത്തിരിക്കുന്നത്. 1 ജനപ്രമാണിമാർ, 2 പുരോഹിത പ്രമുഖന്മാർ, 3 നിയമജ്ഞർ. ഈ 3 പേരാലാണ് യേശു തിരസ്കരിക്കാൻ പോകുന്നുവെന്ന് വചനം പറയുന്നത്. പക്ഷെ അങ്ങനെയാണോ? നമ്മൾ അതിനുശേഷം യേശുവിൻ്റെ പാഷൻ നറേറ്റീവൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ 3 പേര് മാത്രമല്ല യേശുവിനെ തിരസ്കരിച്ചത്. വലിയൊരു ജനക്കൂട്ടം യേശുവിനെ തിരസ്കരിച്ചു. കൂടെ നിന്നവർ യേശുവിനെ തിരസ്കരിച്ചു. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാർ തിരസ്കരിച്ചു. ആ തിരസ്കരണത്തിൻ്റെ എണ്ണം കൂടി. യേശു വിചാരിച്ച പോലെ 3 കൂട്ടരിൽ ആ തിരസ്കരണം ഒതുങ്ങിയില്ല. ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് അവസാനം യേശുവിനെ കൊന്നത്. ഇങ്ങനെ മനുഷ്യപുത്രൻ കൊല ചെയ്യപ്പെട്ട ഒരു മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഗോസ്പൽ 2000 വർഷങ്ങൾക്ക് ശേഷം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ചിന്ത, സഹനം എന്നൊക്കെ പറയുന്നത് അത് അൺഎക്സ്പെക്റ്റഡാണ്, അൺപ്രഡിക്റ്റബിളാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും ഈ കുരിശ്. ഈ കുരിശും വഹിച്ചുകൊണ്ട് യേശു പിന്നാലെ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് സഹനത്തെയും വേദനകളെയും ആരും കണ്ടുകളയരുത്. ഈ 40 ദിവസം ആരെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ട് ഒരു മാനസാന്തരം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 40 ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സഹനത്തിൻ്റെയും കുരിശിൻ്റെയും കാലഘട്ടമായിരിക്കും. നിങ്ങൾ എത്ര ചിന്തിക്കുന്നോ അതിൻ്റെ ഇരട്ടി വേദന നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ എത്ര പ്രതീക്ഷിക്കുന്നോ അതിനപ്പുറത്തേക്കുള്ള സങ്കടം നിങ്ങൾക്കുണ്ടാവും. അത് ഒരു ഉറപ്പാണ്. ഇതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഈ 40 ദിവസം ആരും വ്രതമെടുക്കാമെന്നോ ആരെങ്കിലുമൊക്കെ കർത്താവുമായിട്ട് കൂടുതൽ അടുക്കാമെന്നോ ചിന്തിക്കരുത്. എന്തിനെയാണോ നിങ്ങൾ മാറ്റിവെക്കാമെന്ന് കരുതുന്നത് അതായിരിക്കും നിങ്ങളെ ഏറ്റവും അധികം ശല്യപ്പെടുത്തുന്നത്. എന്താണോ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമെന്ന് കരുതുന്നത് അതായിരിക്കും നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും തീർച്ചയായിട്ടും 40 ദിവസം കടന്നു പോകുന്നത്. അതിനുശേഷം യേശു പറയുന്നൊരു വാക്കുണ്ട്, 3-ാം ദിവസം ഉയർക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ പോയിന്റ്. അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു സഹനത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും, ജീവിതത്തിൽ ഏറ്റവും അധികം കണ്ണുനീരി 40 ദിവസത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും, അതിനുശേഷം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഈസ്റ്ററുണ്ട്, ഒരു ഉയർപ്പിൻ്റെ ദിവസമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ ജീവിതത്തെ മാത്രമല്ല നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ വേദനകളിലൂടെയും കടന്നുപോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മഹാ അത്ഭുതമുണ്ട്. അത് മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഈ ഉയർപ്പെന്നൊക്കെ പറയുന്നത് മനുഷ്യർ ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നല്ലോ. അവർ മനസ്സിൽ പോലും കണ്ടില്ല മരിച്ചവനിങ്ങനെ ജയഘോഷത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. എന്ന് പറയുന്നത് പോലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന ഒരു 40 ദിവസത്തിനിടയിൽ, എല്ലാ സഹനങ്ങളും കുരിശുകളും ചുമന്നുകൊണ്ട് പോകേണ്ട ഒരു 40 ദിവസത്തിനിടയിൽ കാത്തിരിക്കുന്ന ഒരു ഉയർപ്പിൻ്റെ ദിവസമുണ്ട്. ചുറ്റുമുള്ള മനുഷ്യർ പ്രതീക്ഷിച്ചതിനപ്പുറം ദൈവം നമ്മളെ ഉയർത്തും. ആ ഉയർപ്പ് ജയഘോഷത്തോടുള്ള ഉയർപ്പായിരിക്കും. അതിൽ ആർക്കും പിടിച്ചു നിർത്താനോ കാവൽ നിൽക്കാനോ കാവലുന്നതിൻ്റെ പേരിൽ അവനെ തളച്ചിടാനോ കഴിയുകയില്ല. മരണത്തെ ജയിച്ച ഒരു ക്രിസ്തുവിൻ്റെ പിന്നാലെ 40 ദിവസം തപസ് പോലെ നാം അനുഷ്ഠിക്കുമ്പോൾ ഓർക്കണം, ഈ 40 ദിവസം ജീവിതത്തിലുണ്ടായ എല്ലാ സങ്കടങ്ങളുടെയും വേദനകളുടെയും ഉത്തരമാണ്. ധൈര്യപൂർവ്വം ഈ 40 ദിവസം സഹനങ്ങളിലൂടെ കുരിശിലൂടെ നടന്നു പോകാൻ ധൈര്യം കാണിക്കുക. ആ ധൈര്യം മഹാ അത്ഭുതങ്ങൾ നമ്മെ കാണിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രൂശിന്മേൽ കാണുന്ന ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര പ്രാണനാഥൻ പ്രാണനാഥൻ
പേർക്കായി ചാകുന്നു. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ശത്രുത്വം വർദ്ധിച്ചാൽ പീഠകൾ കൂടിയാൽ, ശത്രുത്വം വർദ്ധിച്ചാൽ പീഠകൾ കൂടിയാൽ, ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും
on the cross, on the cross. Whom do I see on Calvary? On the cross, on the cross. Whom do I see? Calvary, my beloved, my beloved, on the cross, died for me. My beloved, my beloved, on the cross, dying for me.